നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. സ്വാമി, ഞങ്ങൾ മഹേശൻ തിരുമേനിയുടെ വീട്ടിൽ പോയിരുന്നു. തിരുമേനിയും മോളും ഇതുവരെ മൂകാംബിയൊന്നും മടങ്ങിയെത്തിയിട്ടില്ല. എനിക്കും തോന്നി വന്നിരുന്നെങ്കിൽ തിരുമേനി രാവിലെ തന്നെ ഇവിടെ എത്തുമായിരുന്നല്ലോ. ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. പക്ഷേ ഇന്ന് വീട്ടിൽ കയറി വിവരങ്ങൾ അറിഞ്ഞപ്പോ തിരുമേനി വരാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാ കേൾക്കുന്നത്. അത് സ്വാമിക്ക് ബുദ്ധിമുട്ടായില്ലേ? ആവശ്യം വന്നാൽ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. ഒരു കാരണവുമില്ലാതെ മഹേശൻ തിരുമേനി ഇവിടേക്ക് വരാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അദ്ദേഹം മോളെയും കൊണ്ട് അവിടെ തുടരുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. അതെ സ്വാമി, അതുകൊണ്ട് തന്നെയാ മഹേശൻ തിരുമേനി വരാൻ വൈകുന്നത്. മോൾക്ക് തീരെ സുഖമില്ലെന്നാ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞത്. ഞാൻ ഫോണിൽ വിളിച്ച് തിരുമേനിയായിട്ട് സംസാരിച്ചു. പാവം ആകെ ധർമ്മസങ്കടത്തിലാ. മോളുടെ കാര്യത്തില് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാ തിരുമേനിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. അല്ല സ്വാമി, ഒന്ന് ചോദിക്കട്ടെ, ആ കുഞ്ഞ് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ചോദിച്ചത് അറിവുകേടാണെങ്കിൽ ക്ഷമിക്കണം സ്വാമി. കുറുപ്പ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്റെ പക്കലില്ല. അതിന് മറുപടി പറയേണ്ടത് മൃത്യുഞ്ജയനായ സാക്ഷാൽ മഹാദേവനാണ്. മഹാദേവ, അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആയുസിന്റെ ദൈർഘ്യം ഇനിയും നീളും. മഹാദേവ, ശങ്കര, ശംഭുവേ, അവിടുന്ന് ആ കുഞ്ഞിന് ദീർഘായുസ് നൽകണമേ. ഇന്ന് പ്രദോഷമല്ലേ? വിശേഷാൽ പൂജകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഭഗവത് ചൈതന്യം 10 മടങ്ങാവുന്ന പുണ്യ ദിവസം. എല്ലാവരും ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഫലം കാണാതിരിക്കില്ല. ഞാനും ആ ശിവഭക്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രദോഷ പൂജയ്ക്ക് സമയമായി. മോളെ, തീരെ വയ്യെങ്കി വ്രതം അവസാനിപ്പിക്കാം. വേണ്ടച്ചാ, വ്രതം മുറിഞ്ഞ ദോഷ സാരമില്ല. എന്നാലും മോളിങ്ങനെ കിടന്ന് വേദനിക്കുന്ന കാണുമ്പോ അച്ഛന് സഹിക്കാൻ കഴിയുന്നില്ല മോളെ. അച്ഛൻ പറയുന്ന കേക്ക് മോളെ. വേണ്ടച്ചാ. ഇപ്പൊ എങ്ങനെയുണ്ട് വേദന? വേദനയ്ക്ക് കുറവൊന്നുമില്ല. എങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ എടുത്തൂടെ? വേണ്ട സിസ്റ്ററെ, അവള് വ്രതത്തിലാ. മരുന്നോ ഭക്ഷണോ വല്ലതും ചെന്നാ വ്രതം മുറിയോന്ന് ആശങ്കയില്ല അവള്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത് സെഡേഷൻ മെഡിസിനാ. ഉള്ളിൽ ചെന്നാ കുഞ്ഞ് അല്പനേരം കിടന്ന് ഉറങ്ങിക്കോളും. വേദനയ്ക്ക് ശമനം കിട്ടും. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഡ്രിപ്പിലോ മറ്റോ ഈ മെഡിസിൻ കൊടുക്കാം. വേണ്ടച്ചാ, എനിക്ക് മരുന്ന് വേണ്ട. എങ്കിൽ പിന്നെ ഈ വേദന മുഴുവൻ സഹിക്കേണ്ടി വരും. സാരമില്ല, ഞാൻ സഹിച്ചോളാം. നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്? കുഞ്ഞിന്റെ നിർബന്ധ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഈ ഇഞ്ചക്ഷൻ എടുക്കാം. വേണ്ട സിസ്റ്ററെ, ഇവളെ വിഷമിപ്പിച്ചിട്ട് ഒന്നും വേണ്ട. ശരി, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒടുവിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണെന്ന് കുറ്റം പറയാതിരുന്നാ മതി. വൈദ്യശാസ്ത്രം എത്ര ശ്രമിച്ചിട്ടും എന്റെ മോളെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഉറപ്പു പറയാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഞങ്ങളുടെ ആകെ പ്രതീക്ഷ ഈശ്വരനില്ല. എന്റെ മോൾക്ക് ഈ വേദന സഹിക്കാൻ അമ്മ മൂകാംബിക ദേവി ശക്തി നൽകട്ടെ.
അമ്മേ എന്തുപറ്റി? എന്താ ആലോചിക്കുന്നത്? ഞാനേ ദേവൂട്ടിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവളെ മുമ്പ് പിന്നെ കണ്ടായിരുന്നോ? ഇല്ലമ്മേ, ദേവു ചേച്ചി ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛൻ പറഞ്ഞത് സത്യാണെങ്കിൽ ആ മോതിരം അവളുടെ കൈ കിടക്കുന്നത് കുഴപ്പോ? നമുക്കത് അവളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരി മാറ്റണം. ദേവു ചേച്ചി അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി മൂകാംബികമ്മയുടെ വലിയ ഭക്തിയായതുകൊണ്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എടുക്കില്ല. അതിന് അത് അച്ഛന്റെ അഭിപ്രായമായിട്ട് നീ പറയണ്ട. മോനായിട്ട് പറഞ്ഞു നോക്കി അവള് കേൾക്കില്ലേ? ഞാൻ പറഞ്ഞാലും അത് അച്ഛൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാന്നേ ചേച്ചി വിചാരിക്കൂ. പിന്നെ എന്താ അത് അവളുടെ കയ്യിൽ നിന്ന് ഊരിയെടുക്കാൻ ഒരു മാർഗം? അച്ഛൻ പകരം ഒരു സ്വർണ്ണമോതിരം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ, അത് കിട്ടട്ടെ. അത് കൊടുക്കുന്ന കൂട്ടത്തില് ഞാൻ മറ്റേ മോതിരം എനിക്ക് തരൂന്ന് ഞാൻ ചോദിച്ചു നോക്കാം. ഏയ്, അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല മോനെ. ആ മോതിരം അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണെങ്കിൽ അതാര് ചോദിച്ചാലും കൊടുക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യേ, അവളെ എന്തെങ്കിലും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് വാ. ആ മോതിരം ഊരി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ എങ്ങനെ? അതൊക്കെ ഉണ്ട്. നീ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്നാ മതി. എന്നാ ശരി, അമ്മയ്ക്ക് ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞു ചേച്ചിയെ ഞാൻ ഇവിടേക്ക് വിളിച്ചോണ്ട് വരാം. എന്നാ വേഗം പോയിട്ട് വാ. എത്രയും പെട്ടെന്ന് അവളിൽ നിന്ന് ആ മോതിരം വാങ്ങിയെടുക്കണം നമുക്ക്. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഇന്നത്തെ ദിവസം നമുക്ക് നിർണായകമാണ് നാഗ. ഇന്ന് മഹാശക്തി മൗനത്തിലാണ്ട് നിൽക്കുന്ന പ്രദോഷ ദിനമാണ്. ഭക്തരുടെ പ്രാർത്ഥനയും വഴിപാടും സ്വീകരിച്ച് സ്വയം ചൈതന്യമാർജിക്കാൻ എല്ലാ ദേവശക്തികളും ഇന്ന് നിശബ്ദമാകും. ഈ അസുലഭ സന്ദർഭം നമുക്ക് പാഴാക്കാനുള്ളതല്ല. പിന്നെ നമ്മുടെ ഒരു നീക്കങ്ങളും തടയാൻ ഒരു ശക്തികളും ഉണ്ടാകില്ല. ഈ സുവർണാവസരം നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കും. ഘോരയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ ഇന്ന് ഒരു അവതാര നീക്കങ്ങൾക്കും സാധിക്കില്ല. എന്താ ഘോര? എന്താ? ഒരാൾ വഴിമുടക്കാൻ എത്തുന്നുണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞു. ആരാത്? ആ ദേവീ ഭക്തയായ ഊമപ്പെണ്ണ്. നമ്മുടെ കർമ്മരംഗത്ത് അവളുടെ സാന്നിധ്യമുണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അവളുടെ വിരലിലിട്ടിരിക്കുന്ന ദിവ്യമോതിരം കൈക്കലാക്കിയില്ലേ നീ?